10-20 വർഷം മുമ്പ് ഞാൻ വയനാട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് കാപ്പിൻ്റെ തൈകൾ കൊണ്ടുവന്നിരുന്നു. 10-14 കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും അങ്ങനെ കായ്ക്കുന്ന ടൈമായാൽ എല്ലാ വർഷവും ഉണ്ടാവുക എന്നല്ലാതെ അങ്ങനെ പഴുത്ത് പോകുക എന്നല്ലാതെ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തു വെക്കലൊന്നുമില്ല. അപ്പോൾ ഞാൻ നല്ലതുപോലെ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കായ്കളുണ്ട്. ഒരു 6-7 മരമുണ്ട്. ഇതൊക്കെ ഞാൻ കുറേ വെട്ടി ഒഴിവാക്കിയതാണ്. ഇവിടെ തെങ്ങ് തുറന്ന സമയത്ത് കുറേ വെട്ടി ഒഴിവാക്കിയതാണ്. അതേപോലെ ഇവിടെ ഉണ്ട് ഒരു തൈ. ഇതൊക്കെ കുറേ വെട്ടി ഒഴിവാക്കിയതാണ്. എല്ലാം കായ്ക്കലുണ്ട്. പക്ഷെ ഇത് ഇവിടെ നമ്മളെ അടുത്തുള്ള ചെമ്മാട് കൊണ്ടുപോയപ്പോൾ അവർ എടുക്കില്ല എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഒരു മരമുണ്ട്. ഇത് 3ാമത്തെ മരമാണ്. ഇത് 4ാമത്തെ മരം. ഇതൊക്കെ ഇപ്പോൾ നേരത്തെ വെട്ടിയതിന് ശേഷം എല്ലാം തെഴുത്ത് വന്നതാണ്. അതിലൊക്കെ ഇവിടെയൊക്കെ കൊമ്പൊക്കെ വെട്ടി കൊടുത്തതാണ്. അതിലൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ കൊമ്പുകളൊക്കെ വെട്ടി കൊടുത്തത്. അപ്പോൾ അത് തെഴുത്ത് വന്നതാണ്. തെഴുത്ത് വന്നതിന് ശേഷം ഇപ്പോൾ 2ാം പ്രാവശ്യം പൂ ഇടുന്നുണ്ട്. ഇതിൻ്റെ പൂവുകളാണത്. എല്ലാം നിറയെ പൂവുണ്ടാവും ചെയ്യും. അതേപോലെ നിറയെ കായ് ഉണ്ടാവും. ഇതൊക്കെ കായ്കളാണ്. 2, 3, 4 ഇത് 5ാമത്തെ തൈയാണ്. വേരുകളൊക്കെ നേരെ മുകളിൽ പൊന്തി കിടക്കുന്നുണ്ട്. ഇതൊക്കെ മോൾ ഭാഗത്തൊക്കെ വെട്ടിയതാണ്. ഇവിടെയൊക്കെ വെട്ടിയതാണ് ഭാഗത്തൊക്കെ. ഇത് വലിയൊരു തൈയായിട്ടുണ്ട്. ഇത് എങ്ങനെ സംരക്ഷിച്ചാൽ ഇതെങ്ങനെ കൊണ്ടു നടക്കണം എന്നല്ലേ നമുക്കും അറിയില്ല. കൊണ്ടുവന്നിങ്ങാൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെയൊക്കെ വെട്ടിക്കൊടുത്തതാണ്. അതേമാതിരിക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അതിൽ നിറയെ കായ ഉണ്ടായിരുന്നു. ഒരുപാട് ഞാൻ കൊമ്പുകൾ വെട്ടിക്കൊടുത്ത് വലിയ മരമായിട്ടുണ്ടായിട്ടുണ്ട്. നല്ല ഒരുപാട് തോലുകളൊക്കെ വെട്ടി ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ മരമായിട്ടുള്ളത്. ഇതിമേലൊക്കെ നിറയെ കായ് ഉണ്ടായിരുന്നു. ഇത് ഒരുപാട് ഞാൻ വെട്ടിക്കൊടുത്തപ്പോൾ 2ാം പ്രാവശ്യം പൂവിട്ടുകാണ്ട് വരുന്നുണ്ട്. ഇതിലൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. മുകളിലൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. ഒരുപാടുണ്ട്. അവിടെ കുറേ പഴുത്തും ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ പഴുത്തിട്ടുണ്ട്. ഇത് വലിയ മരം. അതൊക്കെ ഞാൻ കുറേ അവിടെയും ഇവിടെയൊക്കെ വെട്ടിക്കൊടുത്തതാണ്. പിന്നെ നമ്മളെ ഇവിടെ ഈ ഭാഗത്ത് ഇതിൻ്റെ മെഷീനറി സാധനങ്ങളൊന്നും ഇല്ലാത്തവരെ കൊണ്ട് ആരും അങ്ങനെ ഉണ്ടാക്കുന്നുമില്ല. ഇനിയിപ്പോൾ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ ആരും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഞാൻ നേരത്തെ ഫസ്റ്റിൽ കാണിച്ച മരത്തിൻ്റെ ഇവരൊക്കെ ഉണ്ട്. നല്ല കായുണ്ട്. ഇവിടെ നമ്മളെ അടുത്തുള്ള ചെമ്മാട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ എടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ആവുന്നതൊക്കെ അങ്ങനെ എടുത്ത് വെച്ചതുണ്ട് ഇവിടെ. പിന്നെ അത് പൊടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മെഷീനൊന്നും നമ്മളിവിടെ ഈ ഭാഗത്തൊന്നുമില്ല. പിന്നെ വയനാട് താമരശ്ശേരി ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ 1 കിലോനോ 2 കിലോനോ കൊണ്ടിപ്പോൾ അവിടത്തേക്ക് ഇപ്പോൾ പോയാലും ശരിയാവില്ലല്ലോ. അപ്പോൾ മരം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഉഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ വെട്ടിങ്ങാണ് അതിൻ്റെ നല്ല രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അറിയാത്തതിനെ കൊണ്ട് ഇതിങ്ങനെ തോലായിട്ട് ഇങ്ങനെ പൊന്തും. പിന്നെ കുറേ കഴിയുമ്പോൾ വെട്ടി കൊടുക്കുകയും ചെയ്യുവാണ്. അത്ര തന്നെ.